എവിടെ പോയി കിടക്കുവാൻ? നീ എവിടെയായിരുന്നു? ഒന്നും പറയണ്ടാ, മുതലാളി ടാർജറ്റ് മുട്ടിക്കാത്തതിന് ഫുള്ള് കലിപ്പായിരുന്നു. ഞാൻ ഫോൺ തന്നെ കൊടുങ്ങല്ലൂരെത്തുള്ള നോക്കാം. അപ്പൊ പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മള് രണ്ടാള് രണ്ട് കമ്പനിയാണല്ലോ, സെയിം റൂട്ടാ. നിന്റെ ഫോണിൽ പഞ്ച് ചെയ്യണതിന്റെ കൂടെ എന്റെ ഫോണിൽ പഞ്ച് ചെയ്യാൻ മറക്കരുതിട്ടാ, അല്ലെങ്കിൽ മുതലാളി അവിടെ ഇരുന്ന് കണക്കണാന്നിരുന്ന് നോക്കണ്ടാവും. അതൊക്കെ എനിക്ക് മനസ്സിലായി. അടുത്ത വിളിച്ച് എനിക്കൊരു കല്യാണം ഉണ്ട്. അന്ന് എന്റെ റൂട്ട് ഗുരുവായൂരാ. എന്റെ ഫോണിൽ എന്റെ കയ്യിൽ തരും. അന്ന് നീ ഞാൻ പിന്നെ വർത്താനം പറയരുത്. ചേട്ടാ ഒരു ചായ. അവൻ തന്നെയാണല്ലോ കൊടുങ്ങല്ലൂരാ. A few hours later. നീ ഒന്ന് നിന്നേ. എന്താ സാറേ? നീ ഒന്ന് ഉച്ചയ്ക്ക് എവിടെയായിരുന്നു? ഉച്ചയ്ക്ക് ഞാൻ കൊടുങ്ങല്ലൂരായിരുന്നു സാറേ. സാർ ആപ്പിൽ ലൊക്കേഷൻ ചെക്ക് ചെയ്ത് അറിയാലോ. നീ എനിക്ക് ടാപ്പ് വെക്കണ്ട, സത്യം പറയടാ. നീ ഇന്ന് ചെന്നൈ ടീ അവര് ചായ കുടിക്കാൻ വന്നില്ലേ? സാറേ ഞാനാ ഈ കൊടുങ്ങല്ലൂരിൽ ഞാൻ എന്തിനാ സാറേ ഇവിടെ വന്ന് ചായ കുടിക്കണേ? ജോർജ് കുട്ടി, വെറും ഒരു 4ാം ക്ലാസ്സുകാരുടെ ബുദ്ധിയിൽ എനിക്ക് നീ ആ നമ്പർ എൻ്റെ അടുത്തെടുക്കണ്ട. സാറിന് ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വാസമാവില്ല. പിന്നെ എന്തിനാ സാറേ ഈ ലൊക്കേഷൻ ആപ്പൊക്കെ? ഇതുപോലും ഉണ്ടായിട്ട് സാറിന് ഞങ്ങളെ വിശ്വാസമില്ലേ? ഇല്ല, വിശ്വാസമില്ല. സാറ് തെറ്റിദ്ധരിച്ചതാ. സാറ് കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ച ഞാൻ ബീച്ചിൽ പോയപ്പോ ഒരു കിണ്ണം കാച്ചി ചേച്ചിയുടെ കൂടെ സാറിനെ പോലെ ഒരാളെ ഞാൻ കണ്ടു. ഞാൻ സാറിനെ സംശയിച്ചില്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ സിനിമയ്ക്ക് പോയപ്പോഴും സാറിനെ പോലെ ഒരാളെ ഒരു ചേച്ചിയുടെ കൂടെ കണ്ടു. ഞാൻ സംശയിക്കില്ല. സാറ് മാനിനാ. ഇനി സാറ് പറയും, സാർ എന്നെയാണോ കണ്ടേ? ഞാൻ പോട്ടെ സാറേ. പൊട്ട വിശ്വസിച്ചു.